അട്ടപ്പാടി മധു കൊലപാതക കേസിലെ ഒന്നാം പ്രതിയെ വെറുതെ വിട്ടു. മറ്റെല്ലാ പ്രതികളും കുറ്റക്കാരെന്നാണ് ഇപ്പോൾ കോടതി വിധിച്ചിരിക്കുന്നത്. നേരത്തെ പ്രതികൾ സമർപ്പിച്ച, അതായത് ജാമ്യം നൽകണമെന്നാവശ്യപ്പെട്ട് കുറ്റവിമുക്തരാക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി, അതോടൊപ്പം തന്നെ അവർക്ക് ജാമ്യം നൽകരുത്, ശിക്ഷയുമായി ബന്ധപ്പെട്ട് ജാമ്യം നൽകരുതെന്നാവശ്യപ്പെട്ട് സർക്കാരും കോടതിയെ സമീപിച്ചിരുന്നു. ഏതായാലും ഇപ്പോൾ ഉമേഷ് ഒന്നാം പ്രതിയെ വെറുതെ വിട്ടു എന്ന് പറഞ്ഞ് വ്യക്തമാകുന്നു. എന്താണ് കോടതി വ്യക്തമാക്കിയത്? എന്തടിസ്ഥാനത്തിലാണ് ഒന്നാം പ്രതിയെ വെറുതെ വിട്ടിരിക്കുന്നത്? സിജു, ഇപ്പോൾ ഒന്നാം പ്രതിയുടെ അപ്പീൽ അനുവദിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കണം. ഒന്നാം പ്രതി ഹുസൈൻ, ഇദ്ദേഹത്തിന്റെ അപ്പീൽ അനുവദിച്ചു. എന്ന് വെച്ചാൽ ഒന്നാം പ്രതി ഹുസൈൻ തന്നെ വെറുതെ വിടണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ആ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചിരിക്കുന്നു. എന്നാൽ മറ്റ് മുഴുവൻ പ്രതികളും കുറ്റക്കാരാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ മറ്റ് മുഴുവൻ പേരെയും, അതായത് ഒന്നാം പ്രതി വെച്ച് ബാക്കി 15 പ്രതികളുണ്ട്, ആ 15 പ്രതികളുടെയും അപ്പീൽ ഹൈക്കോടതി തള്ളിയിരിക്കുന്നു. അതായത് സർക്കാരിന്റെയും മധുവിന്റെ അമ്മയുടെയും ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചിരിക്കുന്നു. മറ്റെല്ലാ പ്രതികളും കുറ്റക്കാരാണ് എന്നാണ് ഇപ്പോൾ ഹൈക്കോടതി വിധിച്ചിരിക്കുന്നത്. അതായത് നേരത്തെ 2 പേരെ വിചാരണ കോടതി വെറുതെ വിട്ടിരുന്നു. 4ഉം 11ഉം പ്രതികളെ വിചാരണ കോടതി വെറുതെ വിട്ടിരുന്നു. ആ ഉത്തരവ് ഹൈക്കോടതി ഇപ്പോൾ റദ്ദാക്കി എന്ന് വേണം മനസ്സിലാക്കാൻ. അവരെ വെറുതെ വിട്ട ആ ഉത്തരവ് റദ്ദാക്കുമ്പോൾ അവർ കൂടി കുറ്റക്കാരാണ് എന്നാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ തീർപ്പ്. ഇതുകൂടാതെ 16 പ്രതിക്ക് കുറഞ്ഞ ശിക്ഷയാണ് വിചാരണ കോടതി നേരത്തെ വിധിച്ചിരുന്നത്. 3 മാസം തടവും 500 രൂപ പിഴയുമായിരുന്നു. എന്നാൽ ഇയാൾക്കുൾപ്പെടെ കൂടിയ ശിക്ഷ നൽകണം എന്നുള്ളതായിരുന്നു സർക്കാരിന്റെ ആവശ്യം. അത് കോടതി ഏത് തരത്തിലാണ്, ഏതൊക്കെ കുറ്റങ്ങളാണ് നിലനിൽക്കുക എന്നുള്ളതിന്റെ വിശദാംശം അല്പസമയത്തിനകം പുറത്തുവരും. സർക്കാരിന്റെ ആവശ്യം ഇവർക്കെല്ലാം, ഈ ശിക്ഷിക്കപ്പെട്ടവർക്ക് 7 വർഷം കഠിന തടവും ആണ് നേരത്തെ വിചാരണ കോടതി വിധിച്ചത്. അതുപോലെ അവർക്ക് ജീവപര്യന്തം തന്നെ വിധിക്കണം. അതായത് 302 വകുപ്പ് IPC-യിലെ 302 കൊലക്കേസ് തന്നെ ചുമത്തി ജീവപര്യന്തം നൽകണം എന്നുള്ളതായിരുന്നു സർക്കാരിന്റെ ആവശ്യം. എന്നാൽ അതിനെതിരെ പ്രതികൾ അവരെ വെറുതെ വിടണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയത്. അപ്പോൾ പ്രതികളുടെ ആവശ്യം തള്ളി, എന്നാൽ സർക്കാരിന്റെ ആവശ്യം പൂർണ്ണമായി അംഗീകരിച്ചു എന്നുള്ളത് അല്പസമയത്തിനകം അക്കാര്യത്തിൽ വ്യക്തത വരും. പ്രതികളുടെ അപ്പീൽ തള്ളിയിരിക്കുകയാണ്. അവർ കുറ്റക്കാരാണ് എന്ന് തന്നെയാണ് ഹൈക്കോടതി. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കേസിലെ ഒന്നാം പ്രതി ഹുസൈനെ ഏതടിസ്ഥാനത്തിൽ വെറുതെ വിട്ടു എന്നുള്ളതാണ് ഒരുപക്ഷെ കേരളത്തിലെ ജനങ്ങൾക്ക് അറിയേണ്ടി വരിക. നേരത്തെ പറഞ്ഞതുപോലെ 12, 14 പ്രതികളെ വെറുതെ വിചാരണ കോടതി വെറുതെ വിട്ടിരുന്നു. പക്ഷേ അവർക്ക് കൂടി ഉചിതമായ ശിക്ഷ ജീവപര്യന്തം നൽകണമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ വാദം. അതിനെ സംബന്ധിച്ച് വിശദമായ വിവരങ്ങൾ പിന്നീടെന്നാണ് ഉമേഷ് പറയുന്നത്. ഒന്നാം പ്രതി എങ്ങനെ ഒഴിവാക്കപ്പെട്ടു എന്നുള്ള ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. ഇതിൽ ഒന്നാം പ്രതിക്ക് നേരത്തെ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. അതിന് കാരണം ഈ മധുവിനെ കാട്ടിൽ നിന്ന് പിടിച്ചു കൊണ്ടുവന്നവരുടെ കൂട്ടത്തിൽ ഹുസൈൻ ഇല്ലായിരുന്നു എന്നുള്ളതായിരുന്നു ഹുസൈന്റെ വാദം. താൻ അങ്ങനെ അയാളെ പിടിച്ചു കൊണ്ടുവരുന്നവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാദിച്ചിരുന്നത്. അതുകൊണ്ട് ആ ഘട്ടത്തിൽ അന്ന് ഹുസൈന് ജാമ്യം അനുവദിക്കാനുണ്ടായത്. ഒപ്പം ആരോഗ്യ പ്രശ്നങ്ങളടക്കം ഹുസൈൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ സാഹചര്യത്തിൽ ആയിരിക്കാം ഒരുപക്ഷെ ഹൈക്കോടതി പോയിട്ടുണ്ടാകുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അത്തരത്തിലൊരു വിലയിരുത്തലേക്ക് ഹുസൈന്റെ വാദങ്ങൾ കോടതി അംഗീകരിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും വിധിയുടെ വിശദാംശങ്ങൾ വരുന്നതോടെ എന്താണ് അക്കാര്യത്തിൽ ഉള്ള വ്യക്തത എന്നുള്ളത് അല്പസമയത്തിനകം തന്നെ അറിവാകും. നേരത്തെ ഹുസൈന് കോടതി ജാമ്യം നൽകാൻ കാരണം, അല്ലെങ്കിൽ ഹുസൈന് നേരത്തെ വിചാരണ കോടതി 7 വർഷം കഠിന തടവാണ് വിധിച്ചിരുന്നത്. ആ ശിക്ഷ നടപ്പാക്കുന്നത് തടഞ്ഞുകൊണ്ടാണ് ഹുസൈന് ജാമ്യം നൽകിയത്. അന്ന് ആ ശിക്ഷ നടപ്പാക്കുന്നത് തടഞ്ഞുകൊണ്ട് ജാമ്യം നൽകാൻ കാരണം ഹുസൈൻ ഈ മധുവിനെ കാട്ടിൽ നിന്ന് പിടിച്ചു കൊണ്ടുവരുന്നവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല എന്നൊരു വാദം കോടതി അത് അംഗീകരിച്ചുകൊണ്ടാണ് അന്ന് ഹുസൈന് അങ്ങനെ ജാമ്യം അനുവദിച്ചത്, ആ ശിക്ഷ നടപ്പാക്കുന്നത് തടഞ്ഞത്. ഈ സാഹചര്യത്തിലാണ് സർക്കാരും മധുവിന്റെ അമ്മയും ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയത്. അങ്ങനെയല്ല, ഹുസൈൻ ഈ കേസിൽ ഒന്നാം പ്രതിയാണ്, ഇവരുടെ മർദ്ദിച്ചവരുടെ കൂട്ടത്തിലെ പ്രധാനിയാണ് എന്നൊക്കെ അന്ന് വാദിച്ചിരുന്നു. പക്ഷേ ഹുസൈൻ തന്റെ വാദത്തിൽ ഉറച്ചു നിന്നു. താൻ കാട്ടിൽ നിന്ന് പിടിച്ചു കൊണ്ടുവന്നവരുടെ കൂട്ടത്തിൽ താനില്ല, തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ മറ്റുമുണ്ട്, ഇത് കണ്ടാണ് തന്റെ ശിക്ഷ നടപ്പാക്കുന്നത് തടഞ്ഞത് എന്ന് ഹുസൈനും അപ്പീൽ വാദിച്ചിരുന്നു. ആ വാദം ഇപ്പോൾ കോടതി ശരിവെച്ചു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് ഹുസൈൻ, പോലീസ് പ്രോസിക്യൂഷൻ എന്ത് കുറ്റമാണ് ഹുസൈനെതിരെ ചുമത്തിയിരുന്നത്? ഈ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഈ ഹുസൈനെ പിടിച്ചുകൊണ്ടുവന്നവരുടെ കൂട്ടത്തിൽ ഹുസൈൻ ഇല്ലായിരുന്നു എന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിരുന്നോ? പോലീസ് ഇയാൾ കുറ്റക്കാരനാണ് എന്നുകൊണ്ട് തന്നെയാണ് ഒന്നാം പ്രതിയാക്കി FIR രജിസ്റ്റർ ചെയ്തത്. ആ കേസിൽ ഇവർക്കുൾപ്പെടെ കൊലപാതക കുറ്റങ്ങളടക്കം ആണ് ചുമത്തിയിരുന്നത്. എന്നാൽ പിന്നീട് വിചാരണ കോടതിയാണ് കൊലക്കുറ്റം നിലനിൽക്കില്ല, ഇത് മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, IPC 304 ആണ് നിലനിൽക്കുക എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇവർക്ക് 7 വർഷം തടവും അന്ന് ശിക്ഷ വിധിച്ചത്. 7 വർഷം തടവ്. പക്ഷേ അതല്ല, ഇവർക്കെതിരെ 302 വകുപ്പ് നിലനിൽക്കും. അതുകൊണ്ട് ഇവർക്ക് ജീവപര്യന്തം ശിക്ഷ നൽകണം എന്നുള്ളതാണ് സർക്കാരും വാദിച്ചിരിക്കുന്നത്. ഈ ശിക്ഷിക്കപ്പെടാത്തവരെ ശിക്ഷിക്കണം, ഒപ്പം നിലവിൽ ശിക്ഷ വിധിച്ചവർക്ക് ജീവപര്യന്തം തന്നെ ശിക്ഷ നൽകണം. ഇതായിരുന്നു ആവശ്യം.
ഈ കാര്യത്തിൽ ഏതൊക്കെയാണ് കോടതി പൂർണ്ണമായി അംഗീകരിച്ചതെന്നുള്ള അല്പസമയത്തിനകം അറിവാകും. നിലവിൽ പ്രാഥമികമായി ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇതിലെ 16 പ്രതികളിൽ 1-ാം പ്രതി ഹുസൈന്റെ അപ്പീൽ മാത്രം അനുവദിക്കാനുണ്ടായത്. അതായത് ഹുസൈന് വെറുതെ വിടുന്നു എന്നുള്ളതാണ് ഇപ്പോൾ. നേരത്തെ വിചാരണ കോടതി ഇയാൾക്ക് 7 വർഷം കഠിന നടപടക്കം വിധിച്ചിരുന്നതാണ്. പക്ഷേ ഹുസൈൻ തന്നെ അന്ന് ഹൈക്കോടതിയെ സമീപിച്ച് ഈ ശിക്ഷ നടപ്പാക്കുന്നത് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് സമ്പാദിച്ചിരുന്നു. അതിന് കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, ഇയാൾ കാട്ടിൽ നിന്ന് പിടിച്ചു വിടുന്നവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന വാദം ഉയർത്തിയാണെന്ന് ശിക്ഷ നടപ്പാക്കുന്നത് തടഞ്ഞത്. അതിപ്പോൾ ഹൈക്കോടതി അംഗീകരിച്ചിരിക്കുന്നു. അതാണിപ്പോൾ 1-ാം പ്രതിയുടെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. മറ്റ് 15 പ്രതികളുണ്ട്. ഇതിൽ 2 പേരെ വെറുതെ വിട്ടിരുന്നു വിചാരണ കോടതി. അത് ഹൈക്കോടതി റദ്ദാക്കി. അപ്പോൾ ആ വെറുതെ വിട്ട പ്രതികൾ കുറ്റക്കാരാണെന്ന് ഹൈക്കോടതി കണ്ടതോടെ ഇവർക്കുള്ള ശിക്ഷ എന്താണ് എന്നുള്ളത് കോടതി ഇന്ന് പറയും. ഇതുകൂടാതെ മറ്റ് പ്രതികളുണ്ട്. നിലവിൽ ജയിലിൽ കഴിയുന്ന 12 പ്രതികളുണ്ട്. ആ 12 പ്രതികൾക്ക് 7 വർഷം കഠിന തടവാണ് നേരത്തെ വിചാരണ കോടതി വിധിച്ചത്. അതുപോരാ, ജീവപര്യന്തം തന്നെ നൽകണം എന്നുള്ളതായിരുന്നു സർക്കാർ വാദിച്ചത്. എന്നാൽ 7 വർഷം കഠിന തടവിന് ശിക്ഷിച്ചിരുന്നവർ തങ്ങളെ കുറ്റവിമുക്തരാക്കണം, തങ്ങളുടെ ശിക്ഷ റദ്ദാക്കണമെന്നാണ് ആവശ്യമാണ് ഉന്നയിച്ചത്. അപ്പോൾ ശിക്ഷ റദ്ദാക്കാൻ കഴിയില്ല, അവർ കുറ്റക്കാരാണ് എന്ന് തന്നെ കോടതി കണ്ടു. അതിപ്പോൾ 7 വർഷം കഠിന തടവിനുള്ള ശിക്ഷ തന്നെയാണോ ഇനി ഹൈക്കോടതി വിധിക്കാൻ പോകുന്നത്, അതല്ല ജീവപര്യന്തമാണോ എന്നുള്ളതിലാണ് ഇനി വ്യക്തത വരേണ്ടത്. അത് അല്പസമയത്തിന് തന്നെ അറിവാകും.